ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോയുടെ പാഷൻ പ്ലസ് വണ്ടി ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുന്ന കംപ്ലയിൻറ്റ്, പുകയുടെ പ്രശ്നമായിട്ട് വണ്ടി വന്നിരുന്നതാണ്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് സിലിണ്ടർ പിസ്റ്റണാണ് അതിൻ്റെ ഡാമേജ് ആയിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ ബെയറിങ്ങിനൊക്കെ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. കണക്ടർ റോഡിന് ഇത്രയും പ്ലേ ഉണ്ട്. ഇതുണ്ടോ, ആ പ്ലേ ഉള്ളതുകൊണ്ട് നമ്മൾ കസ്റ്റമറുടെ ശ്രദ്ധയിൽ പെടുത്തി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് എപ്പോൾ കംപ്ലയിൻറ്റ് വന്നോ നമ്മൾ അതുമ്പോൾ എന്ത് ചെയ്താലും അത് വീണ്ടും പോകും. ഇപ്പോൾ സിലിണ്ടർ മാറ്റി പുതിയ സിലിണ്ടർ ഇട്ടാലും കംപ്ലയിൻറ്റ് വരും, ബോർ ചെയ്തിട്ടാലും കംപ്ലയിൻറ്റ് വരും. എങ്ങനെ ചെയ്താലും നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുമ്പോൾ ബിൽഡ് ചെയ്ത് വന്ന എല്ലാ പാർട്സും ഡാമേജിലേക്ക് പോകും. അത് നമ്മൾ ശ്രദ്ധയിൽ പെടുത്തിയേക്കുന്നതാണ്. പക്ഷേ നമുക്കത് മറ്റേപാട് ചെയ്യുമ്പോൾ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. കാരണം ഞാൻ എഞ്ചിൻ ഫുൾ വർക്കായിട്ട് അഴിച്ച് ചെയ്യേണ്ടി വരും. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് അടക്കം മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു 11,000 രൂപ തുടങ്ങിയിട്ട് 11 തുടങ്ങിയിട്ട് 14,500 വരെയൊക്കെ സാധാരണ രീതിയിൽ വരാറുണ്ട്. 11,000 രൂപ തുടങ്ങി 14,500 വരെ സാധാരണ രീതിയിൽ വരാറുണ്ട്. അതായത് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ്, സിലിണ്ടർ, ടൈം എഞ്ചിൻ, ക്ലച്ച് ഡിസ്ക്, ഗിയർ ബോക്സിൻ്റെ ബെയറിംഗ് തുടങ്ങി എഞ്ചിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും അതിനകത്ത് ഉൾപ്പെടും, ലേബർ ചാർജ് അടക്കം. അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് വാറണ്ടി ഉണ്ട്. 1 ഇയർ വാറണ്ടി, 12,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1 വർഷം വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിലവിൽ എമൗണ്ട് കുറച്ച്, മാക്സിമം എമൗണ്ട് കുറച്ചിട്ട് തൽക്കാലം ആ കംപ്ലയിൻറ്റ് മാറിയാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞതും പ്രകാരം നമ്മൾ ആ രീതിയിലാണ് വർക്ക് ചെയ്തേക്കുന്നത്. അതായത് നമുക്കൊരു ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഒന്നും പറയാൻ പറ്റില്ല. ഈ കംപ്ലയിൻറ്റ് മാറിക്കോളും. അതായത് ഓയിൽ കത്തുന്ന കംപ്ലയിൻറ്റ് മാറും. പക്ഷേ അതിനകത്തുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കണക്ടർ റോഡിൻ്റെ ഈ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ, ഇത് എപ്പോൾ കംപ്ലയിൻറ്റ് കൂടുതലാവുന്നോ, അതായത് കണക്ടർ റോഡിൻ്റെ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഡെവലപ്പായി കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരുന്ന ആ സമയം നമുക്ക് ഈ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജിലേക്ക് പോകും. കാരണം എന്താ വെച്ചാൽ ഇതുമ്മയാണ് അതിൻ്റെ പിസ്റ്റൺ കണക്ട് ചെയ്യാം. ഈ കണക്ടർ റോഡിന് ഷെയ്ക്ക് വരുന്ന സമയത്ത് ഷിവർ ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ പിസ്റ്റൺ അതിൻ്റെ ഉള്ളിൽ ഓവലായിട്ട് എല്ലാ ഭാഗങ്ങളിലും ടച്ചായിട്ട് പിസ്റ്റൺ സ്ക്രാച്ചായി അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിൽ കയറി കത്തി വീണ്ടും കംപ്ലയിൻറ്റിലേക്ക് പോകും. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നതാണ്. അത് കൃത്യമായിട്ട് കസ്റ്റമർക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഈ ചെയ്യുന്ന വർക്കിന് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഇങ്ങനെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണത്. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ വാറണ്ടിയിലാണ് എല്ലാ വർക്കുകളും ചെയ്തു പോകാറ്. ഇത് എമൗണ്ട് പരമാവധിയും കുറയ്ക്കുക, ക്യാഷ് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് മാക്സിമം കുറയ്ക്കുക. അതായത് ഓൾറെഡി വണ്ടി പഴയതാണ് കേട്ടോ, വണ്ടിക്കും അതിൻ്റേതായിട്ടുള്ള പഴക്കമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞതും പ്രകാരം നമ്മൾ ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ചെയ്തേക്കണ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ ബോർ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഉഷയുടെ പിസ്റ്റണാണ് യൂസ് ചെയ്തേക്കണേ. അത് പിസ്റ്റൺ റിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് അത് പുതിയതാണ് തന്നെ. സിലിണ്ടർ മാത്രമാണ് നമുക്ക് പഴയത് എടുത്തത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന ബെയറിങ്ങൾ, ഈ 2 ബെയറിങ് നമുക്ക് മാറ്റി പുതിയതായിട്ടാണ്. അതൊരു അല്പം പ്ലേ കൂടുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ മാറ്റിയ ബെയറിങ്. പിന്നെ അതിൻ്റെ വാൽവൊക്കെ നമ്മൾ സീറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യണത്. വാൽവൊക്കെ ക്ലീൻ ചെയ്ത് വാൽവ് സീറ്റിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള വർക്കുകളാണ് ചെയ്യണത്. അതായത് ഇവിടം തുടങ്ങി ഇങ്ങോട്ടേക്കുള്ള വർക്കുകളാണ് നമ്മൾ ചെയ്യണത്. അതിനകത്ത് ടൈം എഞ്ചിൻ, ക്യാം ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട്. സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ കൂടെ കഴിച്ചു മാറ്റി പോവാറ്. പക്ഷേ കോസ്റ്റ് കുറയ്ക്കുക, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടും വണ്ടിയുടെ ഈ ചെയിനിൻ്റെ ചെറിയൊരു ചിലമ്പൽ സൗണ്ടൊക്കെ കാണിക്കും. അതൊക്കെ നമുക്ക് അഴിച്ച് മാറ്റിയാൽ തന്നെയാണ് ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ. ഇനി ഇതെല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞാലും ഈ കണക്ടറോടെ എപ്പോൾ കംപ്ലയിൻറ്റ് വന്നോ ആ സമയത്ത് വീണ്ടും ഈ പറഞ്ഞ കംപ്ലയിൻറ്റുകളെല്ലാം തന്നെ വീണ്ടും റിപ്പീറ്റ് വരും കേട്ടോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധയിൽ പറഞ്ഞേക്കണതാണ്, ശ്രദ്ധയിൽ പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിന് ജനറലായിട്ട് അത്യാവശ്യം വേറെ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളുണ്ട്, ജനറൽ സർവീസായിട്ടൊക്കെ ചെയ്യാനുണ്ട്. എൻജിൻ ടോപ്പ് സൈഡിൽ നിന്നൊക്കെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുണ്ട്. വാട്ടർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഇതിന് ശേഷമാണ് നമുക്ക് ഇതിന് ശേഷം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ മാറ്റി പുതിയതുണ്ട്. അതേപോലെ തന്നെ ഗ്യാസ്കറ്റ്, പാക്കിംഗ് ഐറ്റംസൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാം തന്നെ മാറ്റി നമ്മൾ പുതിയത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഹെഡിൻ്റെ ഡബിൾ പിൻ സെറ്റുകൾ, വാൽവപ്പിൻ്റെ ഓറിങ്, അതൊക്കെയാണ് മെയിനായിട്ട് വരാം. പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ വരും കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് ഇൻഫോം ചെയ്തോളൂ. ഓക്കെ.